പുറത്ത് നല്ല പെരുമഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നല്ല ചൂടോട് കൂടി നല്ല പരിപ്പ് വടയും മുരിഞ്ഞ പരിപ്പ് വടയും അതേപോലെ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഞാൻ കടലപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പല്ല, കടലപ്പരിപ്പ് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരിപ്പിൽ അരിച്ച് വെക്കണം. കാരണം വെള്ളം നന്നായിട്ട് ഊറ്റിപ്പോയതിന് ശേഷം പരിപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പരിപ്പ് വട കൃത്യ ഷേപ്പിൽ കിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി സവാള, ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് ഉണക്കമുളക്, വെളുത്തുള്ളി തൊലിയോട് കൂടി നല്ല ക്ലീൻ ചെയ്തെടുത്തത്, പിന്നെ നമ്മൾ വലിയ ജീരകം, ചെറിയ ജീരകമല്ല വലിയ ജീരകം. ഇത് നമ്മൾ ഊറ്റി വെച്ചുള്ള കടലപ്പരിപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒരു കടലപ്പരിപ്പ് മാറ്റി വെക്കാം. ഇത് അവസാനം നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി തൊലിയോട് കൂടിയാണ് ഇട്ടിട്ടുള്ളത്. തൊലിയോട് കൂടി ഉള്ളിടുമ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റാണ് കേട്ടോ. ഇനി തൊലി ഇല്ലയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമ്മുടെ വലിയ ജീരകം മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് 2-3 ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് നമ്മുടെ സവാള, അരമുറി സവാളയാണ്. ഇനി ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ, ഒരു 3-4 അങ്ങനെ നമ്മൾ സവാള ചേർത്തിട്ടുണ്ട്. ആദ്യം ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടാണ് പിന്നെ പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഞ്ചി മുഴുവൻ ചേർത്തിട്ടില്ല, എങ്കിലും ഒരു അത്യാവശ്യം ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പില ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക കേട്ടോ. ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പരിപ്പിട്ടാൽ മതി. അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് നമ്മൾ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. നന്നായി കുതിർന്നതിന് ശേഷം അരിപ്പിൽ അരിച്ച് വെക്കണം. കാരണം വെള്ളം മുഴുവൻ പോകണം കേട്ടോ, എങ്കിലേ ഉള്ളത് ശരിയാവുള്ളൂ. വെള്ളം പോവാതെ വെള്ളത്തോട് കൂടി തന്നെ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് എടുക്കുമ്പോൾ ഷേപ്പിൽ കിട്ടില്ല, പിന്നെ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കുക. അതിൽ വെള്ളം ചേർക്കുന്നില്ല, അത് ആദ്യമേ ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നന്നായി അരഞ്ഞിട്ടില്ലെങ്കിൽ 2-3 പ്രാവശ്യം അരച്ചെടുക്കണം. അരഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പരിപ്പൊടി ഷേപ്പ് ആയി കിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഓരോ പൊട്ടുകളായിട്ട് ഇങ്ങനെ ചിതറി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നന്നായി ഉപ്പൊക്കെ ഉണ്ട് നോക്കി മിക്സ് ചെയ്ത്, പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്ത പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പുറത്ത് ഭയങ്കര മഴയായിട്ട് ഞാൻ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ബോളാക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് പരിപ്പുടെ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ കട്ടിയില്ലാതെ പ്രസ് ചെയ്യണം, എങ്കിൽ അത് ഫ്രൈ ചെയ്യുമ്പോൾ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. കുറച്ച് കട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ അകത്ത് വേവാതാവും, അപ്പോൾ ഒരു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പരിപ്പ് നമ്മൾ നല്ലൊരു ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കും, അതുകൊണ്ട് കട്ടിയില്ലാതെ പരത്തിയെടുക്കണം. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അവസാനം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ കുഞ്ഞ് പരിപ്പോടെ ഷേപ്പുള്ള ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിപ്പോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടാവട്ടെ കേട്ടോ. വെറും മഴ എന്ന് പറഞ്ഞപ്പോൾ പെരും മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്ത് മഴയും അകത്ത് പരിപ്പോടെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. വലുതാണെങ്കിൽ 2-3 ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
എനിക്ക് ഈ മഴയുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ അടുക്കളയിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാകും, പ്രത്യേകിച്ച് നമ്മൾ ഈ എണ്ണക്കടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുറത്ത് മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ കുഞ്ഞു പരിപ്പടി ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തുമാവാം അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അതും മറക്കരുത്. അങ്ങനെ നമ്മുടെ പരിപ്പട എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചൂട് പരിപ്പട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയാണല്ലോ എല്ലായിടത്തും. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് പരിപ്പട കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് മാത്രമല്ല നമുക്കും ഇഷ്ടപ്പെടില്ലേ. നമ്മളൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടല്ലേ ശരിക്കും പരിപ്പട. ഈ പരിപ്പട ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ലല്ലേ, അതെല്ലാവരും കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതുപോലെ കമൻറ്റ് അഭിപ്രായങ്ങൾ ഒന്നും മറക്കരുത് കേട്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ. അങ്ങനെ നമ്മൾ പരിപ്പട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് കട്ടൻ ചായയും. അങ്ങനെ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്